നടി ഷക്കീലയുടെ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നത്തെക്കുറിച്ചുള്ള വാർത്ത വന്നത് കഴിഞ്ഞ ദിവസമാണ്. താരത്തിന്റെ വളർത്തു മകൾ ഷീതൽ ഷക്കീലയെ ആക്രമിച്ചുവെന്നും ഷക്കീലയ്ക്ക് പരിക്ക് പറ്റുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നുമായിരുന്നു പുറത്തുവന്ന വാർത്തകൾ. ഷക്കീലയുടെ ചേട്ടന്റെ മകളാണ് ഷീതൽ. ചേട്ടന്റെ മകളായാൽ പോലും ഷീതലിനെ ചെറുപ്പം മുതൽ സ്വന്തം മകളെ പോലെ വളർത്തുന്നത് ഷക്കീലയാണ്. ഷീതലിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഷക്കീല പലപ്പോഴും അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. വളർത്തു മകളിൽ നിന്നും ഷക്കീലയ്ക്ക് മർദ്ദനമെന്ന വാർത്ത വലിയ തോതിലാണ് പ്രചരിച്ചത്. ഇതോടെ പ്രതികരണവുമായി ഷക്കീല തന്നെ രംഗത്ത് വന്നു. വാർത്തകളിലൊക്കെ വന്നതുപോലെ ഷീതൽ തന്നെ ശാരീരികമായി ആക്രമിച്ചിട്ടില്ല എന്നാണ് ഷക്കീല പറയുന്നത്. ഇരുവരും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം മാത്രമാണ് ഉണ്ടായതെന്നും താരം വ്യക്തമാക്കി. ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് ഷക്കീല ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞത്. ദത്തെടുത്ത മക്കളിൽ താൻ പറയുന്നത് കേട്ട് അതൊക്കെ അവരുടെ നല്ലതിനു വേണ്ടിയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നവരുണ്ട് എന്നും ഷക്കീല പറയുന്നു. ഷീതലിനോട് താൻ വളരെയധികം സ്നേഹം കാണിച്ചുവെന്നും ഷീതൽ എന്തു പറഞ്ഞാലും തനിക്ക് ഓക്കെ ആയിരുന്നുവെന്നും ഷക്കീല പറയുന്നുണ്ട്. രാത്രി വൈകിയാണ് ഷീതൽ വീട്ടിൽ വരുന്നതെന്നും ഒരു ജോലിയും ചെയ്യുന്നില്ല എന്നും വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുമാണ് ഷക്കീലയുടെ പരാതികൾ. ഇതെല്ലാം ചോദ്യം ചെയ്തപ്പോൾ എന്തിനാണ് തന്നെ ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഷീതളുമായുള്ള പ്രശ്നം തുടങ്ങിയതെന്നും ഷക്കീല വ്യക്തമാക്കി. അങ്ങനെ വീട്ടിൽ നിന്ന് പോകുകയാണെന്ന് പറഞ്ഞ് ഷീതൽ ഇറങ്ങിപ്പോയെന്നും ഇതല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല എന്നും ഷക്കീല കൂട്ടിച്ചേർത്തു. ഇനിയൊരു ബന്ധവും ഇല്ല എന്ന് എഴുതി വാങ്ങാനാണ് അഭിഭാഷക വന്നത്. തനിക്ക് നേരെ ഉണ്ടായത് നിങ്ങളുടെയൊക്കെ വീട്ടിലും സംഭവിക്കാമെന്നും ഷക്കീല പറയുന്നു. അത് ഇത്രയും വലിയ വാർത്തയാക്കി തന്നെ അടിച്ചെന്നൊക്കെ പറയേണ്ട കാര്യമില്ല. താൻ വളർത്തിയ മകൾ തന്റെ നേരെ കൈവെക്കുമോ എന്നാണ് ഷക്കീല ചോദിക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചത് അന്വേഷിക്കാൻ ഒരുപാട് കോളുകൾ തനിക്ക് വന്നുവെന്നും ഷക്കീല പറയുന്നു. ശീതലിന്റെ പേര് മോശമാക്കാൻ താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എവിടെയായാലും ശീതൽ നന്നായിരിക്കട്ടെ. ഇത് തന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇക്കാര്യം പുറത്ത് സംസാര വിഷയമാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഷക്കീല വ്യക്തമാക്കി. താൻ വളർത്തിയ എല്ലാ മക്കളും ഒരു ഘട്ടത്തിൽ തന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെന്നും എന്നാൽ തന്റെ ട്രാൻസ്ജെൻഡർ മക്കൾ അങ്ങനെയല്ല എന്നും ഷക്കീല പറയുന്നു. 12 മണിക്ക് വീട്ടിലെത്താമെന്ന വാക്ക് പറഞ്ഞിട്ട് 1 മണിയായിട്ട് വീട്ടിൽ വന്നില്ല എങ്കിൽ ഏതെങ്കിലും വീട്ടുകാർ തിരക്കാതെ ഇരിക്കുമോ എന്നും അത് തന്നെയാണ് താനും ചെയ്തതെന്നാണ് ഷക്കീല പറയുന്നത്. രാത്രി റോഡിൽ വെച്ച് ശീതലിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരം പറയേണ്ടത് താനാണെന്നും എന്തെങ്കിലും ആ കുട്ടിക്ക് സംഭവിച്ചാൽ നിങ്ങളല്ലേ വളർത്തിയതെന്ന് എല്ലാവരും തന്നോട് ചോദിക്കുമെന്നും ഷക്കീല പറയുന്നുണ്ട്. അത്തരം ബാധ്യതകൾ ഏൽക്കാൻ ഇനി വയ്യ എന്നും അതുകൊണ്ടാണ് വളർത്തുമകളുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതെന്നും ഷക്കീല വ്യക്തമാക്കുന്നു. കുടുംബത്തിൽ ശീതളുമായി മാത്രമേ ബന്ധമുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതും അവസാനിപ്പിച്ചെന്നും ഷക്കീല വ്യക്തമാക്കി. ശീതളിനെ എടുത്തു വളർത്തിയ സാഹചര്യത്തെക്കുറിച്ചൊക്കെ മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ഷക്കീല സംസാരിച്ചിട്ടുണ്ട്. ശീതളിന്റെ അമ്മ തന്റെ ചേട്ടനെ ഉപേക്ഷിച്ചു പോയതാണെന്നും ചെറിയ പ്രായം മുതൽ താനാണ് ശീതളിനെ നോക്കുന്നതെന്നും എന്നാൽ അടുത്തിടെ അമ്മയെ തനിക്ക് ഇഷ്ടമാണെന്ന് ശീതൾ പറഞ്ഞപ്പോൾ താൻ ആകെ തകർന്നു പോയെന്നും ഷക്കീല പറഞ്ഞിരുന്നു. കുടുംബത്തിൽ പലരുമായി ഏറെ നാളായി അകൽച്ചയിലാണ് ഷക്കീല. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഷീതളുമായും വഴക്കുണ്ടായത്. തർക്കത്തിനിടെ ഷക്കീലയെ ആക്രമിച്ച് നിലത്ത് തള്ളിയിട്ട ശേഷം ഷീതൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു എന്നാണ് പ്രചരിച്ച വാർത്തകൾ. നടന്ന സംഭവം ഷക്കീല സുഹൃത്തായ നർമ്മദയോട് പങ്കുവെക്കുകയും തുടർന്ന് അഭിഭാഷകയായ സൗന്ദര്യയെ അറിയിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതിനായി അഭിഭാഷക ശീതളിനെ ഫോണിൽ വിളിച്ചുവെങ്കിലും അഭിഭാഷകയെയും അധിക്ഷേപിച്ച് സംസാരിക്കുകയായിരുന്നു ശീതൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.